നമസ്കാരം, ഞാൻ ലക്ഷ്മി കാണറ്റ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ലോകപ്രശസ്തനായിട്ടുള്ള സ്പേസ് സയന്റിസ്റ്റ്, മാത്തമാറ്റീഷ്യൻ, ലോയർ, അങ്ങനെ ഒരുപാട് മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആദരണീയനായിട്ടുള്ള ഡോക്ടർ ടി.പി. ശശികുമാർജി ആണ്. സ്വാഗതം ഡോക്ടർ ടി.പി. ശശികുമാർജി. നമസ്കാരം. ടി.പി. സി, നമ്മള് ഭഗവത്ഗീത 8ാം അധ്യായം ആണ് പഠിപ്പിച്ച് നിർത്തിയത്. അടുത്തത് നമ്മൾ 9ാം അധ്യായത്തിലേക്കാണ് കടക്കുന്നത്. ഏറ്റവും വളരെ പ്രാധാന്യമുള്ള ഒരു അധ്യായമാണ് രാജവിദ്യ, രാജഗുഹ്യ യോഗം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് അങ്ങയുടെ ആമുഖത്തോടു കൂടി നമുക്ക് തുടങ്ങാം. 18 അധ്യായത്തില് 9ാമത്തെ അധ്യായം. ഇതുകൂടെ കഴിഞ്ഞാൽ ഭഗവത്ഗീതയുടെ പകുതി ഭാഗം തീർന്നു എന്ന് പറയാം. ഇപ്പോൾ പകുതി എത്താൻ പോവുകയാണ് എന്ന് വെച്ചാൽ പീക്കിൽ എത്തുന്നത് പോലെയാണ്. പിന്നെ അങ്ങോട്ട് കുത്തോട്ടിറങ്ങിയാൽ പിന്നെയും താഴ്ത്തെത്താം. അപ്പോൾ ഗീതയുടെ ഹൃദയഭാഗം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ നമ്മൾ പറയാം. 9ാമത്തെ അധ്യായമാണ് ഹൃദയം. ബുദ്ധിപരമായിട്ടുള്ള ചിന്തകളിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് 2ാമത്തെ അധ്യായം, സാഖ്യായോഗം എന്ന് പറയുന്നത്. ഇതിൽ 34 ശ്ലോകങ്ങളാണ് ഉള്ളത്. രാജവിദ്യ, രാജഗുഹ്യയോഗം. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കർമ്മവും ജ്ഞാനവും ധ്യാനവും ഒക്കെ പോലെയല്ല. ഇത് രാജാക്കന്മാർക്ക് എങ്ങനെ ഭരിക്കണമെന്ന വിദ്യ പറഞ്ഞു കൊടുക്കുകയാണ്. രാജവിദ്യ എന്ന് പറഞ്ഞാൽ എങ്ങനെ അഡ്മിനിസ്ട്രേറ്റർ ആവണം എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാലം പറഞ്ഞതൊക്കെ നമുക്ക് വേണ്ടിയിട്ടും ഈ 9ാമത്തെ അധ്യായം അർജുനന് വേണ്ടിയിട്ടുമാണ്, നമുക്കുള്ളതല്ല അത്. അതുകൊണ്ട് തന്നെ നിനക്ക് മാത്രം വേണ്ടതാണ് എന്ന് പറയുമ്പോഴാണ് ആ ഗുഹ്യം എന്ന് പറയുന്നത്. സീക്രട്ടാണ്, ടോപ്പ് സീക്രട്ട്, ഇസോട്രിക് എന്നാണ് പറയാ. വളരെ ടോപ്പായിട്ടുള്ള സീക്രട്ട് ആയിട്ടുള്ള സംഭവമാണ്. ഗുഹ്യതമം, ഗുഹ്യതരം എന്നൊക്കെ പറഞ്ഞു, സൂപ്പർലേറ്റീവ് ഡിഗ്രി ഒക്കെ പറയും ഭഗവാൻ. അപ്പൊ രാജവിദ്യ ആണ്, രാജഗുഹ്യവുമാണ്. അപ്പൊ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. രാജ്യഭാരം ഏൽക്കണ്ട, അഡ്മിനിസ്ട്രേറ്റീവ് ജോബ് ചെയ്യേണ്ട, മന്ത്രിയാവണ്ട ആൾക്കാർക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യമാണ്. എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല എന്നർത്ഥം. അപ്പൊ ഏറ്റവും ഉന്നതമായിട്ട് എന്താണോ അർജുനന് വേണ്ടത്, അതില് ജ്ഞാനവും നിഗൂഢമായ രഹസ്യങ്ങളും, നിഗൂഢാവണമെന്നില്ല, ഗൂഢായാലും മതി, ഗൂഢമായ രഹസ്യങ്ങളും നിഗൂഢമായ രഹസ്യങ്ങളും ഒക്കെയാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. ഇതിന്റെ കേന്ദ്ര വിഷയം എന്ന് പറയുന്നത് നമ്മുടെ രാജാക്കന്മാർക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഈശ്വര സ്വരൂപത്തിന്റെ ജ്ഞാനമാണ് ഇതിനകത്ത് പറഞ്ഞു കൊടുക്കുന്നത്. ഓരോ മനുഷ്യരിലും ഈശ്വര സ്വരൂപമുണ്ട്. നിന്റെ ഉള്ളിലുള്ള നിന്റെ ഈശ്വരനെ നീ കണ്ടെത്തിയാൽ ആ വർക്കിൽ നിനക്ക് എക്സ്ട്രീം ആയിട്ട് മാറാൻ പറ്റും. അതുകൊണ്ട് വേണ്ടത് ഏത് കർമ്മത്തിലാണോ അതിൽ നിഷ്കാമമായിട്ടുള്ള ഭക്തി ഉണ്ടാവണം എന്നാണ്. ടോട്ടലി ഡെഡിക്കേറ്റഡ് ആയിട്ട് കർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് ശ്രമിക്കണം, അതിനുള്ള വിദ്യയാണ് എന്ന് പറയാണ്. പക്ഷെ ഭഗവാൻ പറയുമ്പോൾ ഒരിക്കലും സ്ട്രെയിറ്റ് ആയിട്ട് 2 ശ്ലോകത്തിൽ തീർക്കല്ലോ ചെയ്യാം. അപ്പൊ ഇതില് ആരാണ് ഈശ്വരൻ, മനുഷ്യനും ലോകവും ഈശ്വരനും തമ്മിലുള്ള ബന്ധം എന്താണ്, ഭക്തി എന്ന് പറയുന്നത് എങ്ങനെയാണ് മോക്ഷത്തിലേക്ക് എത്തിക്കുക നമ്മളെ, ഇങ്ങനെ കുറെ വ്യത്യസ്തമായ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ പതുക്കെയാണ് ഈ രഹസ്യമായ രാജഗുഹ്യം പറഞ്ഞു തരിക. വളരെ വിശുദ്ധമാണെന്നും അത് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിത്യമായിട്ടുള്ള ഫലം കിട്ടില്ല, അവസാനം ചാവാറാവുമ്പോൾ ഫലം കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. ഓരോ ആക്ടിവിറ്റികളിലും നമുക്ക് ഫലം കണ്ടെത്താൻ സാധിക്കണം. അപ്പൊ അതില് ഈ പരവിദ്യ എന്താണ്, അപരവിദ്യ എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അത് ഓരോ സംഭവങ്ങൾ വരുമ്പോൾ നമുക്കതിനെ ഉദാഹരണ സഹിതവും മനസ്സിലാക്കുന്ന വിധത്തിലൊക്കെ മുന്നോട്ട് പോവാം. കാരണം ഇൻട്രൊഡക്ഷൻ പറഞ്ഞു പോയാൽ എനിക്ക് തോന്നുന്നു ഈ 34 ശ്ലോകം വിവരിക്കുന്നതിനേക്കാളും കൂടുതൽ പറയേണ്ടി വരും. കാരണം വളരെ ഗുഹ്യമാണ്. അപ്പൊ അതൊന്ന് നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്യണമെങ്കിൽ ഇതിനെ പറയാ ദ യോഗ ഓഫ് സോവറിൻ സയൻസ് എന്നാണ് പറയാ. സോവറിൻ സയൻസ് എന്ന് പറഞ്ഞാൽ സയൻസുകളിലുള്ള ഏറ്റവും പ്രാവീണ്യമുള്ള, ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള സോവറിൻ നേഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, രാജാക്കന്മാരുടെയൊക്കെ അവസ്ഥയിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവമാണ് ഇതിനകത്ത് പറയുന്നത്. ഇത് അർജുനന് ഏറ്റവും മഹത്തായ ജ്ഞാനം, ആത്മീയമായ രഹസ്യം എന്ന് വേണമെങ്കിലും പറയാം. മഹത്തായ ജ്ഞാനം എന്ന് പറയുന്നത് ഈശ്വരനെ അറിയാ എന്ന് നമ്മൾ പറഞ്ഞു. ഈശ്വരനെ അറിയാന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ആത്മീയമായിട്ടുള്ള രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്ന അർത്ഥം. അപ്പൊ പ്രാക്ടിക്കൽ ആയിട്ടുള്ള രാജാവിന്റെ ഭരണകാര്യത്തിന് ആത്മീയത അത്യാവശ്യമാണ് എന്നുള്ളതാണ്. പണ്ട് രാജാക്കന്മാരുടെയൊക്കെ അഡ്വൈസേഴ്സ് ആയിട്ട് മഹർഷിമാരും ഒക്കെ ഉണ്ടായിരുന്നു, രാജശ്രീമാരും
ഒക്കെ ഉണ്ടായിരുന്നു. കാരണം അവർക്ക് ആത്മീയമായിട്ടുള്ള ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പണ്ടേ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിലെ ആദ്യത്തെ 6 ശ്ലോകങ്ങള് എല്ലാ അറിവുകളും പറയുന്നത് പുറം ലോകത്തെക്കുറിച്ചാണ്. ആ പുറം ലോകത്തെക്കുറിച്ച് നമ്മൾ അറിയുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ കുറിച്ച് നമ്മൾ അറിയേണ്ടത് എന്നാണ്. ഇത് ഡിസ്കണക്റ്റഡ് അല്ല, ഈ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മളെ ലോകത്തെക്കുറിച്ച് അറിയണം. 7 മുതൽ 10 വരെയുള്ള ശ്ലോകത്തിൽ സൃഷ്ടി, സ്ഥിതി, ലയം, ഇത്തരം സംഭവങ്ങളൊക്കെയാണ് പറയുക. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് വൈദ്യുതി ഇല്ലാതെ ഫാൻ കറങ്ങില്ല. അപ്പൊ ഫാനിന്റെ കറക്കം എന്ന് പറയുന്നത് വൈദ്യുതി നേരിട്ട് പങ്കാളി അല്ലെങ്കിലും നമ്മളത് പ്രാവർത്തികമായിട്ട് അനുഭവിക്കുന്ന സമയത്ത് വൈദ്യുതി എന്ന് പറയുന്നത് ഒരു സാക്ഷിയാണ്. ഈശ്വരന്റെ പ്രഭ എന്ന് പറയുന്നത് അതാണ്. നമ്മൾ അനുഭവിക്കുന്ന ഭാഗത്ത് നേരിട്ട് കാണാൻ സാധിച്ചില്ലെങ്കിലും പിന്നാലെ ആ ഒരു വയറ് പോയി കണക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഫാൻ കറങ്ങുന്നത് എന്നുള്ള ബോധം സയന്റിഫിക് ആയിട്ട് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഫാൻ കറങ്ങണു, അതെങ്ങനെയാ കറങ്ങണത്, സ്വിച്ച് ഇടുമ്പോ കറങ്ങണത് എന്ന് കൃത്യമായിട്ട് അറിയില്ല. അത്തരം അറിവുകള് പിന്നാമ്പുറത്ത് എന്ത് നടക്കുന്നു എന്നുള്ള ഒരു അറിവും കൂടി നമുക്ക് ഉണ്ടാവുമ്പോഴാണ് ഭഗവാന്റെ രഹസ്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്. അതാണ് രഹസ്യം. പ്രകടമായിട്ട് കാണാത്തതിന്റെ ഉള്ളറകളിലുള്ള സംഭവങ്ങൾ അറിയുന്നതാണ് രഹസ്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ 2 തരത്തിലുള്ള സ്വഭാവങ്ങൾ ഉണ്ടാവാം. അത് ഒരു 11 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങളിലൊക്കെ പറയുന്നത് ദൈവികമായ സ്വഭാവവും ആസുരികമായ സ്വഭാവവും. അത്തരം വ്യക്തികൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ നോക്കി കാണുക, അത് നാമജപം കൊണ്ടും കീർത്തനം കൊണ്ടും ധ്യാനം കൊണ്ടും ആസുരീകത പുറത്തു വരാതെ ദൈവികതയെ മാത്രം പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്ന, അതിനെ ദൈവികത ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന മനോഭാവം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിന്റെ ഒരു സീക്രട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് ഈശ്വരനെ അറിയാനുള്ള ഒരു ഭാഗമാണ് ഇതിനകത്ത് പറഞ്ഞു വരുന്നത് നമ്മൾ പറഞ്ഞത്. പിന്നെ എല്ലാ സംഭവങ്ങളും നമ്മൾ പറയുമ്പോൾ സർവ്വതിന്റെയും ആത്മാവ് എന്ന് പറയുന്നത് ഈശ്വരനാണ്. അത് ഭഗവാൻ തന്നെയാണ് എന്ന് 34 ശ്ലോകമുള്ളത്. അപ്പൊ പകുതി ഭാഗം ഒരു 17ാമത്തെ ശ്ലോകത്തെത്തുമ്പോഴത്തേക്കും ഭഗവാൻ ഞാൻ ആരാണെന്ന് പറയാണ്. ഞാനാണ് യജ്ഞം, ഞാനാണ് മന്ത്രം, ഞാനാണ് അഗ്നി, ഞാനാണ് ഹോമം, ഞാനാണ് പിതാവ്, ഞാനാണ് മാതാവ്, ഞാനാണ് ദാതാവ്. ഇങ്ങനെ എല്ലാത്തിലും ഞാനുണ്ട് എന്ന്, ഈശ്വര സാന്നിധ്യമുണ്ട് എന്ന് അർജുനനും നമുക്കും പറഞ്ഞു തരികയാണ്. ഇങ്ങനെ ഒരു ക്ഷേത്രത്തിൽ മാത്രമല്ല, സർവവ്യാപിയായിരിക്കുന്ന ഭഗവാനാണ് ഞാൻ എന്ന് അർജുനനെ പഠിപ്പിക്കാൻ, നമ്മളെ പഠിപ്പിക്കാൻ ഭഗവാൻ ഈ ഒരു രാജവിദ്യ രാജഗുഹ്യ യോഗം എന്ന ഒരു അധ്യായം ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. പകുതി ഭാഗം ആ ശ്ലോകത്തിന്റെ 34-ല് 17 കഴിഞ്ഞ് 20, 21, 22, 23, 25 എത്തുമ്പോഴത്തേക്കും 2 തരത്തിലുള്ള കാമുണ്ട്. ഒന്ന് സകാമവും നിഷ്കാമവും. ഈ ഭാഗത്തെ എങ്ങനെയാണ് എന്ന് പ്രധാനമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്തിനിത് വേണം, അതിന്റെ പുണ്യം എന്താണ്, സ്വർഗം എന്താണ്, താൽക്കാലികമായ സുഖം എന്താണ്, പുണ്യമായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള സുഖം എന്താണ്, നിഷ്കാമ ഭക്തി എന്താണ്, ആത്മശാന്തി എവിടെയാ കിട്ടുക, ഈശ്വരപ്രാപ്തി എങ്ങനെയാ കിട്ടുക. അവിടേക്കാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകം എന്ന് പറയുന്ന ഈ ഇൻഷുറൻസ് കമ്പനിയുടെയൊക്കെ എംബ്ലത്തിന്റെ മുകളിൽ എഴുതിയത് മാത്രം വെച്ച് വിറ്റിട്ട് ഞാൻ കുറെ കാശുണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ക്ലാസ് മാത്രം എടുക്കാൻ പോയിട്ട് എന്നെ വിളിക്കാൻ മിക്കവാറും ഇൻഷുറൻസ് വിളിക്കാൻ കാരണം ഈ ഒരു ഭാഗം കൊണ്ടാണ്. യോഗക്ഷേമം വഹാമ്യഹം എന്നാണ് ഇൻഷുറൻസ് കമ്പനി എഴുതുക. അത് 9ാമത്തെ അധ്യായത്തിൽ 22ാമത്തെ ശ്ലോകമാണ്. അതുകൊണ്ട് അത് വളരെ കൃത്യമായിട്ട് കുറേ പ്രാവശ്യം ഉപയോഗിച്ച ശ്ലോകമായതുകൊണ്ട് ഈ ശ്ലോകങ്ങളൊക്കെ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അനന്യശ്ചിന്തയന്തോ മാം യോ ജനാ പര്യുപാസതേ യോഗക്ഷേമം മഹാമ്യഹം. അനന്യശ്ചിന്തയന്തോ മാം, ഏത് ജനങ്ങളാണോ മറ്റു ചിന്തകളൊന്നും ഇല്ലാതെ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമ്യഹം, ആ യോഗക്ഷേമം ഞാൻ കാത്തുരക്ഷിച്ചു കൊള്ളാം എന്ന് ഭഗവാൻ പറയുന്നത് ഈ ഒരു 9ാമത്തെ അധ്യായത്തിൽ 22ാമത്തെ ശ്ലോകം. വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള, അതാണ് ഭഗവത്ഗീതയുടെ സെന്റർ ഓഫ് സെന്റർ എന്ന് പറയാൻ പറ്റുന്ന ശ്ലോകം അവിടെയാണ്. അപ്പൊ 26 മുതൽ 34 വരെയുള്ള ശ്ലോകത്തിലാണ് അതിനേക്കാളും പ്രാധാന്യമുള്ള പത്രം പുഷ്പം ഫലം തോയം യോ ഭക്ത്യാ പ്രയശ്ചതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ശ്ലോകങ്ങള്. ഇലയുടെ രൂപത്തിലായാലും പൂവിന്റെ രൂപത്തിലായാലും പഴത്തിന്റെ രൂപത്തിലായാലും നമ്മൾ ശബരിയുടെയൊക്കെ കഥ കേൾക്കുമ്പോൾ പറയാറുണ്ട്, കടിച്ച ഫലമാണ് കൊടുത്തത്, എന്നിട്ടും ഭഗവാന് അത് ഇഷ്ടപ്പെട്ടു. ഇതിന്റെയൊക്കെ കാരണം ഇതാണ്. ഭക്തി എന്ന് പറയുമ്പോൾ അത് സമർപ്പിക്കുമ്പോൾ ഏത് രൂപത്തില് ആര് ഏത് ഭാവത്തിൽ അർപ്പിക്കുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം, എന്ത് എന്നുള്ളതല്ല എന്നാണ്. ഇത് കൃത്യമായിട്ട് ഭഗവത്ഗീതയിൽ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഈ 9ാമത്തെ അധ്യായം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്.
പഠനം, ജോലി, സേവനം, ഭക്ഷണം, ഇതൊക്കെ നമ്മുടെ നിത്യമായിട്ടുള്ള ആവശ്യങ്ങളാണ്. ഇതൊക്കെ പൂജയാക്കി മാറ്റാൻ സാധിക്കുമെന്നാണ് 9-ാമത്തെ അധ്യായത്തിൽ 27-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ യത് കരോഷി യതസ്നാസി എന്നാണ്. എല്ലാം ഭഗവാന് വേണ്ടി ഞാൻ അർപ്പിക്കുന്നു എന്നാണ്. ഒന്നും ഭഗവാൻ അല്ലാതെ, ഭഗവാൻ അറിയാതെ, ഭഗവാന് വേണ്ടി അല്ലാതെ ഞാൻ ഈ ജീവിതത്തിൽ ഒന്നും ചെയ്യുന്നില്ല എന്നാണ്. മന്മനാ ഭവ മത് ഭക്തോ മദ്യാജീം മ നമസ്കുരു എന്നാണ്. എന്നെ ചിന്തിക്കുക, എന്നെ ഭക്തനാക്കുക, എന്നെ ആരാധിക്കുക, എന്നെ നമസ്കരിക്കുക, എല്ലാം മദ്യാജീം മാം നമസ്കുരു എന്നാണ്. എന്നെ നമസ്കരിക്കണം എന്നാണ് പറയുന്നത്. ആ നമസ്കാരം എന്ന് പറയുന്നത് ഭഗവാനെ അല്ല, നമ്മൾ ചെയ്യുന്ന കർമ്മത്തെ. ഇവിടെയൊക്കെ ഭഗവാൻ 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 എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞാലും മനസ്സിലാക്കേണ്ടത് രാജവിദ്യ രാജഗുഹ്യ യോഗമാണ്. അതില് അർജുനന്റെ കർമ്മം എന്ന് പറയുന്ന രാജ്യഭാരം അല്ലെങ്കിൽ ഭരിക്കുക എന്നുള്ള കർമ്മത്തിനെയാണ് ഭഗവാനായിട്ട് കാണേണ്ടത്. ഞാൻ എന്തിനെയാണ് നമസ്കരിക്കുന്നത്? എന്താണ് അനന്യശ്ചിന്തയൻ തോമാം യോജനാപരി, എന്താണ് മറ്റു ചിന്തകളൊന്നുമില്ലാതെ ഭഗവാനെ, വേറെ കർമ്മങ്ങളൊന്നും ആലോചിക്കാതെ എന്റെ കർമ്മത്തിൽ ഞാൻ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ അർജുനോട് പറയുന്നത്, നീ രാജ്യഭാരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ രാജ്യം ഭരിക്കുന്ന കാര്യം മാത്രമേ ചിന്തിക്കാവൂ, മറ്റൊന്നും ചിന്തിക്കരുത് എന്ന്. ഇങ്ങനെ വ്യത്യസ്തമായ തരത്തിലാണ് ഈശ്വരൻ സന്ദേശം എന്ന് പറയുന്നത്. ഈശ്വരൻ സർവവ്യാപിയാണെന്ന് പറഞ്ഞു തരുന്നത്, ഭക്തി മോക്ഷത്തിലേക്കുള്ള മാർഗമാണെന്ന് പറഞ്ഞു തരുന്നത്, നിഷ്കാമ ഭക്തിയാണ് ഉന്നതം എന്ന് പറഞ്ഞു തരുന്നത്. ഇങ്ങനെ ഓരോ സംഭവങ്ങളും ഈശ്വരൻ സർവ്വതിന്റെയും ആത്മാവിന്റെയും തിരിച്ചറിഞ്ഞ് അനന്യമായിട്ടുള്ള നിഷ്കാമ ഭക്തിയുടെ ആ രൂപത്തില് ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് പൂർണ്ണമായിട്ടുള്ള സന്തോഷം ഉണ്ടാവും എന്ന് പറയാണ്. അതാണ് മോക്ഷം എന്ന് പറഞ്ഞ അവസ്ഥ. അതുകൊണ്ട് ഓരോ ശ്ലോകങ്ങളും വായിക്കുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഭഗവാന്റെ ഈശ്വര സ്വരൂപം കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ വിവരിച്ചു തരികയും പരശക്തിയും അല്ലെങ്കിൽ പരാശക്തിയും അപരാശക്തിയും തമ്മിലുള്ള പ്രകൃതിയും പരപ്രകൃതിയും അപരപ്രകൃതിയും തമ്മിലുള്ള പരാപ്രകൃതിയും അപരാപ്രകൃതിയും തമ്മിലുള്ള, ഇങ്ങനെ പലപ്പോഴും പലതും അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി പറയാറുണ്ട്. അതുകൊണ്ടാണ് 4 വിധത്തിലും ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള ഈ അവസ്ഥയിലൊക്കെ ചൈതന്യവും ജഡവും നിർഗുണവും സഗുണവും നിർവികാരവും വികാരമുള്ളതും സത്യവും മിഥ്യയും സ്വതന്ത്രതയും ആശ്രിതത്വവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കണം. അങ്ങനെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖം ഇതിൽ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ക്രീനിൽ വരുന്ന സിനിമയാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത്. ആ സിനിമ അപരാപ്രകൃതിയാണ്. ആ സിനിമ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, ആ സ്ക്രീൻ കാണുന്നില്ല. ആ സമയത്ത് ആ സ്ക്രീൻ കാണുന്നു എന്ന് ആരും പറയാറില്ല, സിനിമ കാണുന്നതേ പറയാറുള്ളൂ. പക്ഷെ അതിന്റെ പിന്നിൽ ഒരു സ്ക്രീൻ ഉണ്ട് എന്നുള്ളതാണ് ആ പരാപ്രകൃതി എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തില് നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ എന്താണ് അതിന്റെ മൂലതത്വം എന്ന് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന, അതുകൊണ്ടാണ് ഇത് ഗൂഢമാണ്, നമ്മുടെ പ്രകൃതിയിൽ പ്രത്യേകിച്ച് കാണുന്നതല്ല, അതിന്റെ പിന്നിലുള്ള പിന്നാമ്പുറത്തുള്ള സംഭവങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു അധ്യായത്തില് വളരെ പ്രാധാന്യത്തോടു കൂടി നോക്കിക്കാണേണ്ട, വളരെ രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന. കാരണം ഭക്തിയെക്കുറിച്ച് നന്നായിട്ട് പറയുന്നത് നമ്മൾ ധരിക്കുന്ന ഭക്തി അല്ല യഥാർത്ഥ ഭക്തി എന്നൊക്കെ നമ്മൾ അറിയും. കർമ്മം എന്ന് പറയുന്നതാണ് നമ്മുടെ ഭഗവാൻ എന്ന് മനസ്സിലാവും. കർമ്മമാണ് ഭഗവാൻ. അത് ഏതു തരത്തിൽ നമുക്ക് സന്തോഷിപ്പിക്കാം, എങ്ങനെ ചെയ്താലും നന്നായാൽ മതി എന്ന്, ഏത് ഭാവത്തിലാണ് കർമ്മം ചെയ്യുന്നു ആ ഭാവത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. ഈശ്വരൻ പരാപ്രകൃതിയാണ്, അപരാപ്രകൃതി ഉൾക്കൊള്ളാൻ സമ്പൂർണമായിട്ടും സാധിക്കുന്നതാണ്. ലോകം മിഥ്യയാണ്, ബ്രഹ്മം സത്യമാണ്. ഭക്തി കർമ്മത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് വളരേണ്ടതാണ്. സകാമ ഭക്തി എന്ന് പറയുന്നത് നമുക്ക് സ്ഥിരമായിട്ട് ബ്ലിസ്ഫുൾനെസ് എന്ന് പറയുന്ന, വിസ്ഡം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കാൻ സാധിക്കുന്നതാണ്. നിഷ്കാമ ഭക്തി ആണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. ആഗ്രഹങ്ങൾ അർപ്പിച്ചിട്ട് അതിനു വേണ്ടി ചെയ്യുന്ന ഒരു കോൺട്രാക്ട് ബേസിസുള്ള ഭക്തി അല്ല വേണ്ടത്. അതുകൊണ്ടാണ് യോഗക്ഷേമം വഹാമ്യഹം, ഭക്തന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഭഗവാൻ ഏറ്റെടുക്കുകയാണ്. തന്റെ എല്ലാ കാര്യങ്ങളും, യോഗവും ക്ഷേമവും, യോഗം എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക, അറിവുള്ളവന് അറിവ് കൂട്ടിച്ചേർക്കണം, പ്രസിദ്ധിയുള്ളവന് പ്രസിദ്ധി കൂട്ടിച്ചേർക്കണം, സന്തോഷമുള്ളവന് സന്തോഷം കൂട്ടിച്ചേർക്കണം, അതുപോലെ സ്വത്തുള്ളവന് സ്വത്ത് കൂട്ടിച്ചേർക്കണം. ഇത് കൂട്ടിച്ചേർക്കുന്നതാണ് യോഗം. ക്ഷേമം എന്ന് പറഞ്ഞാൽ സേഫ് ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്, നഷ്ടപ്പെടാതെ നോക്കുക. അപ്പൊ ഭഗവാൻ പറയുന്നത് നിനക്ക് ആവശ്യമുള്ളതൊക്കെ കൂട്ടിത്തരാനും ആ കൂട്ടിക്കിട്ടിയതൊക്കെ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു വെക്കാനും എന്റെ ഭക്തന്മാരെ പൂർണ്ണ ഉത്തരവാദിത്തോടു കൂടി ഞാൻ ഏറ്റെടുത്തോളാം എന്ന് ഭഗവാൻ പറയുന്ന, ലോകത്തിൽ ഭഗവാൻ ഇങ്ങനെ ഒരു ഗ്യാരണ്ടി പറയുന്ന ഏക സ്ഥലം
ഈ ഭഗവത്ഗീതയിലെ 9-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ ശ്ലോകമാണ്. പക്ഷെ ഇവിടെ ആ ഗ്യാരണ്ടി പറയുന്ന സമയത്ത് നമ്മളൊക്കെ വലിയ ഈ സെയിൽസ് ബോർഡുകൾ കാണും. അതിന്റെ താഴത്തൊരു സ്റ്റാർ ഇട്ടിട്ട് കണ്ടീഷൻസ് അപ്ലൈ എന്ന് പറയും. ആ കണ്ടീഷൻ ഭഗവാൻ പറയുന്നുണ്ട്. എപ്പോഴാണ് ചെയ്യുക? അനന്യശ്ചിന്തയന്തോമാം, മറ്റു ചിന്തകളൊന്നുമില്ലാതെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് നീ നല്ലോണം പഠിച്ചാൽ നീ പരീക്ഷയ്ക്ക് പാസ്സാവും പറയുന്ന പോലെ. ആ കണ്ടീഷൻ അങ്ങനെയാണ്. പരീക്ഷയ്ക്ക് പാസ്സാവും, പക്ഷെ നല്ലോണം പഠിച്ചാലേ പറ്റുള്ളൂ. അങ്ങനെ അവനവന്റെ ഉത്തരവാദിത്വം, ഭക്തന്റെ ഉത്തരവാദിത്വം ഭഗവാൻ ഏറ്റെടുക്കും. പക്ഷെ ഭക്തന്റെ ഉത്തരവാദിത്വം കറക്റ്റായിട്ട് ചെയ്യണം എന്നാണ്. ഇത് വളരെ കണ്ണിങ് ആയിട്ട് നമ്മൾ ഇവിടെയാണ് ഭഗവാൻ എത്ര ചാലുവാണ്, എത്ര കണ്ണിങ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ ഈശ്വരന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് ജീവിതം സുരക്ഷയില്ലായ്മയിൽ നിന്ന് ആ ശാന്തിയുടെ അവസ്ഥയിലേക്ക്, പെർമനന്റ് ആയിട്ടുള്ള ശാന്തി, താൽക്കാലികമായിട്ടുള്ള സന്തോഷമല്ല. അതിന് ബ്ലിസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയാ, മോക്ഷം എന്ന് പറയുമ്പോൾ സോവർണിറ്റിയിൽ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള സന്തോഷം എന്നൊക്കെ പറയും. അത് നമുക്ക് മോക്ഷപ്രാപ്തിക്ക് തുല്യമായിട്ട് അത് നമുക്ക് തരും ഭഗവാൻ എന്ന് ഗ്യാരണ്ടിയോടുകൂടി ഭഗവാൻ പറയുന്ന ഭാഗമാണ് ഈ ഒരു വളരെ നീണ്ട ഇൻട്രൊഡക്ഷൻ പറഞ്ഞു പോയി. കാരണം അത്രയും പ്രാധാന്യമുള്ളതാണെന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ശ്ലോകത്തിലൂടെ കടക്കാം. കേൾക്കുന്നുണ്ടോ? ഭഗവത്ഗീത അധ്യായം 9 രാജവിദ്യ രാജഗുഹ്യയോഗം. 1-ാമത്തെ ശ്ലോകമാണ്. ശ്രീ ഭഗവാനുവാച ഇദം തു തേ ഗുഹ്യതരം പ്രവക്ഷ്യാമ്യനസൂയവേ ജ്ഞാനം വിജ്ഞാനസഹിതം വിജ്ഞാത്വാ മോക്ഷ്യസേ ശുഭാത്. ഇദം തു തേ ഗുഹ്യതമം എന്നാണ്. ഗുഹ്യതമമാണ്. ഗുഹ്യമായിട്ടുള്ളത് പറഞ്ഞാൽ സീക്രട്ടാണ്, ഇസോട്രിക് ആണ്. ഗുഹ്യതമം എന്ന് പറഞ്ഞാൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണ്. അത്യന്തം രഹസ്യമായിട്ടുള്ള ജ്ഞാനത്തെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് എന്ന്. ഇദം തു തേ ഗുഹ്യതമം, ഇതാണ് ഞാൻ പറയാൻ പോകുന്ന ഏറ്റവും സീക്രട്ട് ആയിട്ടുള്ള ഭാഗം എന്നാണ് പറയുന്നത്. എന്താണ് അവിടെ ഭഗവാൻ പറയുന്നത്? യജ്ഞത്വ അശുഭാത് മോക്ഷസേ, ഏതറിഞ്ഞിട്ടാണോ അശുഭത്തിൽ നിന്ന് നീ മുക്തനാവുന്നത്, അശുഭമായിട്ടുള്ള സംഭവങ്ങളിൽ നിന്ന് അശുഭാത് മോക്ഷസേ, മോക്ഷം നേടണം. എന്തിൽ നിന്നാണ്? യജ്ഞാത്വ, യജ്ഞം ചെയ്യുമ്പോഴാണ് മോക്ഷസേ അശുഭാത്. ശുഭാത് എന്നല്ല, അശുഭാത്. അശുഭമായിട്ടുള്ളതിൽ നിന്ന് മോക്ഷം കിട്ടാൻ യജ്ഞം ചെയ്യണം. അത് എന്താണ് എന്ന് ഞാൻ പറഞ്ഞു തരാൻ പോവാണ്. പക്ഷെ അത് എങ്ങനെ ചെയ്യണം? വിജ്ഞാനസഹിതം, വിജ്ഞാനത്തോടുകൂടി, അറിവോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങളിൽ മാത്രമേ ആ ഗുണം കൃത്യമായിട്ടുണ്ടാവുള്ളൂ. അനസൂയവയ തേ, എങ്ങനെയാവണം? അനസൂയവേ, അസൂയ കൂടാതെ. ഞാൻ ചെയ്യുന്നതാണ് മെച്ചമെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർ ചെയ്യുന്നതിനോട് അസൂയ ഉണ്ടാവുക. ഓരോ കർമ്മങ്ങളും ചെയ്യുന്ന സമയത്ത് ഞാനാണ് കേമൻ എന്ന് പറഞ്ഞു നടക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവുക. അവനവനോടും ആ തോന്നുന്ന ഈഗോ എന്ന് പറയുന്നത് അസൂയയാണ്. ആ അസൂയ ഉണ്ടാക്കുന്നതാണ്. ബാക്കിയുള്ളവർക്ക് എന്നിൽ അസൂയ ഉണ്ടാക്കുന്നതും അസൂയാവഹമാണ്. അത്തരം അസൂയാവഹമായിട്ടുള്ള ചിന്തകൾക്ക് ഇല്ലാതെ. അതുകൊണ്ടാണ് അനസൂയവേ തേ പ്രവക്ഷ്യാമി, പ്രവക്ഷ്യാമി, ഞാൻ പറഞ്ഞു തരാം. പരമരഹസ്യവും വിജ്ഞാനസഹിതവുമായിട്ടുള്ള ഈ ജ്ഞാനത്തെ ദോഷദൃക്കില്ലാതെ, ബാക്കിയുള്ളവരെ കുറ്റം പറയിപ്പിക്കാതെ, എന്നിൽ കുറ്റം ബാക്കിയുള്ളവർക്ക് കണ്ടെത്താതെ, ഞാൻ ബാക്കിയുള്ളവരിൽ കുറ്റം കണ്ടെത്താതെ, ഒരു ദോഷദൃക്കില്ലാതെ ജ്ഞാനത്തെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന തരത്തില് നിനക്ക് ഉപദേശിച്ചു തരാം. അത് അറിഞ്ഞാൽ അശുഭത്തിൽ നിന്ന് നീ മുക്തനായിട്ട് മാറും. അങ്ങനെ അശുഭത്തിൽ നിന്ന് മുക്തനാവേണ്ട വലിയൊരു ജ്ഞാനം എന്ന് പറയുന്ന മോക്ഷസേ ശുഭാത്, യജ്ഞാത്വാ, യജ്ഞം ചെയ്യുന്നത് പോലെ. പഠനം ഒരു വലിയ യജ്ഞാണ്. പണ്ട് നമ്മൾ സൈക്കിൾ യജ്ഞം എന്നൊക്കെ കേൾക്കാറില്ല. നിർത്താതെ ചെയ്യുന്ന, പൂർണ്ണ കോൺസെൻട്രേഷനോട് കൂടി ചെയ്യുന്ന, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഇല്ലെങ്കിൽ സൈക്കിളിൽ നിന്ന് താഴെ വീഴും. അതുപോലെ ഈ വരികളിലൂടെയൊക്കെ നമ്മൾ പഠിച്ചു പോകുന്ന സമയത്ത് പൂർണ്ണമായിട്ടും അതിനെ ഉൾക്കൊണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ താഴെ വീണു പോകും. അങ്ങനെ വീഴാതെ ശ്രദ്ധിച്ചു പോകേണ്ട ഒരു ഭാഗമാണ് ഈ പഠനം. യജ്ഞമാണ് എന്നാണ്. യജ്ഞത്തിന്റെ ഒരു തോന്നലോട് കൂടി വരും. ഏതൊന്നറിഞ്ഞാലാണോ ഈ അശുഭത്തിൽ നിന്ന്, സംസാര ദുഃഖം ആണ് അശുഭം, ആ സംസാര ദുഃഖത്തിൽ നിന്ന് മുക്തനാവുന്നത്,
ആ മുക്തനാവേണ്ട എല്ലാ കാര്യങ്ങളും, ആ ജ്ഞാനത്തെ, ആ അറിവിനെ എങ്ങനെ ഞാൻ പറഞ്ഞു തരും? വിജ്ഞാന സഹിതമായി അതിന്റെ കൂടെ ചേർക്കേണ്ട എല്ലാ അറിവുകളും ചേർത്തുകൊണ്ട്. അതുകൊണ്ടാണ് 34 ശ്ലോകം, അല്ലെങ്കിൽ 2 ശ്ലോകത്തിൽ തീർക്കാലോ ഭഗവാൻ. അതുകൊണ്ട് അസൂയാരഹിതനായി നിനക്ക് മാറാനും, അസൂയാരഹിതനായി ബാക്കിയുള്ളവർ നോക്കി കാണാതിരിക്കാനും വേണ്ടിയിട്ട്, ബാക്കിയുള്ളവരിൽ അസൂയ കാണാതിരിക്കാനും, അവനവനിലെ അസൂയ ഉണ്ടാക്കാതെ പ്രവർത്തിക്കണം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും. കാരണം രാജാവിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണിത്. രാജാവ് എന്ന് പറയുന്നത് പ്രജകളുടെ സേവകൻ എന്നാണ് പറയാ. നമ്മുടെ കേരളത്തിൽ തന്നെ പത്മനാഭന്റെ സേവകനായിട്ടാണ്, പത്മനാഭസ്വാമിയുടെ സേവകനായിട്ടാണ് നമ്മുടെ രാജാവ് അറിയപ്പെടുന്നത്. വേറെ ലോകത്ത് ഒരു രാജാവും അങ്ങനെ ഒരു പേരിട്ടിട്ടില്ല. ഈ പത്മനാഭന്റെ സേവകനായിട്ട് മാറുമ്പോൾ ഭഗവത്ഗീതയുടെ പഠനങ്ങളൊക്കെയാണ് നമ്മുടെ തിരുവിതാംകൂർ രാജാവ് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള അസൂയ വരുത്താതെ, അസൂയാരഹിതനായിക്കൊണ്ട്, ബാക്കിയുള്ളവരിൽ അസൂയ തോന്നിക്കാത്ത വിധമൊക്കെ എന്റെ കർമ്മങ്ങളിൽ ഞാൻ പൂർണ്ണമായി ശ്രദ്ധിച്ച് ഒരു യജ്ഞാവസ്ഥയിലേക്ക് പൂർണ്ണ കോൺസെൻട്രേഷനോടുകൂടി ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളെക്കുറിച്ചാണ് അസൂയാരഹിതമായിട്ട് മനസ്സുള്ളവനായിട്ട് ഉത്തമമായിട്ടുള്ള അറിവോടുകൂടി അത് കിട്ടുന്ന വിധത്തിലൊക്കെ ഭഗവാൻ എനിക്ക് പറഞ്ഞു തരും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. ഭഗവാൻ ആണ് ഈ ശ്ലോകം തുടങ്ങുന്നത്. ഭഗവാൻ ഉവാച എന്നാണ്, ഭഗവാനാണ് പറഞ്ഞത്. അപ്പൊ വിദ്യകളിൽ വെച്ച് രാജാവിന് രഹസ്യമായിട്ടുള്ള ഏറ്റവും വലിയ വിദ്യ അറിവോടുകൂടി ഞാൻ പറഞ്ഞു തരുന്നു. അത് നിഷ്കാമമായ ഭഗവത് ഭക്തിയോടുകൂടി, അതിന്റെ മാഹാത്മ്യത്തോടുകൂടി ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ്. ഇത് പറഞ്ഞാൽ ഉത്തമമായിട്ടുള്ള, അത്യുത്കൃഷ്ടമായിട്ടുള്ള, അതിരഹസ്യമായിട്ടുള്ള ജ്ഞാനത്തെ വിജ്ഞാനത്തോടുകൂടി പറഞ്ഞു തരാം എന്ന വാക്കുകളോടുകൂടിയാണ് ഭഗവാൻ 9-ാം അധ്യായം ആരംഭിക്കുന്നത്. 2-ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. ഭഗവത്ഗീത 9-ാം അധ്യായം രാജവിദ്യ രാജഗുഹ്യ യോഗത്തിലെ 2-ാമത്തെ ശ്ലോകം. രാജവിദ്യ രാജഗുഹ്യം പവിത്രമിദമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തുമവ്യയം. വണ്ടർഫുൾ. രാജവിദ്യ ഇദം രാജഗുഹ്യം. രാജവിദ്യ എന്ന് പറയുന്നത് ഈ ജ്ഞാനത്തോടു കൂടി ചെയ്യുമ്പോൾ അതിരഹസ്യമായിട്ടുള്ള ഒരു സംഭവമാണെന്നാണ് ഭഗവാൻ പറയുന്നത്. ഉത്തമം, പവിത്രം, പ്രത്യക്ഷാവഗമം. പ്രത്യക്ഷാവഗമം ഉത്തമമാണ്, പവിത്രമാണ്, പരിശുദ്ധമാണ്. പ്രത്യക്ഷാവഗമം എന്ന് പറഞ്ഞാൽ, പ്രത്യക്ഷത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പഷ്ടമായിട്ട് കാണാൻ പറ്റുന്ന വിധത്തിൽ, കൃത്യമായിട്ട് മനസ്സിലാവുന്ന വിധത്തിൽ, അറിയാവുന്ന വിധത്തിലൊക്കെയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നതാണ്. ധർമ്മ്യം എന്ന് വെച്ചാൽ ധർമ്മത്തോടുകൂടി, ധർമ്മ്യാനുസാരമായി, കർത്തും സുസുഖം, കർത്തും സുസുഖം അവ്യയം. കർത്തും എന്ന് പറഞ്ഞാൽ അനുഷ്ഠിക്കാനുള്ളതാണ്, വെറുതെ തിയറട്ടിക്കൽ അല്ല, പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെയോ സുസുഖം, ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അവ്യയം, വ്യയം എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുന്നതാണ്, ചെലവാവുന്നത്. അവ്യയം നശിച്ചു പോകാത്തതാണ്, ചെലവായിട്ട് അങ്ങോട്ട് പോവില്ല. അപ്പോ രാജവിദ്യ രാജഗുഹ്യം, രാജവിദ്യ രാജഗുഹ്യമാണ്. വളരെ സൂപ്പർ ആയിട്ടുള്ള, സോവറൈൻ ആയിട്ടുള്ള, ഏറ്റവും വലിയ സീക്രട്ട് ആയിട്ടുള്ള സംഭവമാണ്. പവിത്രമിത ഉത്തമം, വളരെ പവിത്രമാണ്, വളരെ ബെസ്റ്റ് ആയിട്ടുള്ള, ക്ലീൻ ആയിട്ടുള്ള നോളജാണ്. പ്രത്യക്ഷാവഗമം എന്നാണ്, വളരെ സ്പഷ്ടമായിട്ട് നോക്കിയാൽ മനസ്സിലാവുന്ന വിധത്തിൽ ഞാൻ പറഞ്ഞുതരാം. അതും എങ്ങനെയാണ്? ധർമ്മ്യമാണ്, ധർമ്മത്തോട് കൂടിയിട്ടുള്ളതാണ്. സുസുഖം കർത്തുമവ്യയം, കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഭഗവാൻ ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നത്. പറയാൻ പോകുന്ന കാര്യങ്ങളുടെ ഇൻട്രൊഡക്ഷൻ ആണ്. ഇന്നതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് ചെയ്യാൻ എളുപ്പമാണ്, മനസ്സിലാക്കാൻ എളുപ്പമാണ്, വ്യക്തമായിട്ട് കൃത്യമായിട്ടും നോക്കി കാണാൻ പറ്റുന്ന വിധത്തിലാണ്. വിദ്യകളിൽ വെച്ച് വളരെ ഗുഹ്യമാണ്, ബുദ്ധിമുട്ടാണ് എന്നൊക്കെയാണ് ചാപ്റ്ററിന്റെ ടൈറ്റിൽ. ആ ചാപ്റ്ററിന്റെ ഹെഡിങ് വളരെ ഗുഹ്യമാണ്, രഹസ്യമാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ പ്രേക്ഷകർക്കും നമുക്കും ഒക്കെ സംശയം വരും. ഇത് അത്ര പെട്ടെന്നൊന്നും മനസ്സിലാവാൻ പറ്റാത്ത ഒരു സംഭവമായി മാറുമോ ഭഗവാനെ, അതുകൊണ്ട് ഞാനിത് തുടർന്ന് പഠിക്കാണ്ടിരിക്കണോ, കേൾക്കാണ്ടിരിക്കണോ എന്നൊക്കെ തോന്നും. കാരണം ബുദ്ധിമുട്ടുള്ളതാണെന്നല്ലോ, ഗുഹ്യമാണെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്ന് അർത്ഥം. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടില്ല എന്ന് നമുക്കൊന്ന് ഉറപ്പിച്ച് പറഞ്ഞു തരുവാണ്. വിദ്യകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള രാജവിദ്യ ആയിട്ടുള്ള ഈ ജ്ഞാനം
അത്യന്ത രഹസ്യമാണ്, പക്ഷെ വളരെ ശുദ്ധമാണ്, സ്പഷ്ടമാണ്, അറിയാവുന്നവർക്ക് എളുപ്പം അറിയാൻ സാധിക്കുന്ന വിധത്തില് ധർമാനുസാരമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട വിധത്തില് അനുഷ്ഠിക്കാൻ സുഖമുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുന്ന വിധം, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടാത്ത വിധം, അതിന്റെ ഫലമുണ്ടാവുന്ന വിധത്തില്, എളുപ്പം മനസ്സിലാവുന്ന വിധത്തില് ഞാനിതാ പറഞ്ഞു തരാൻ പോകുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. അത്രയും പറയാൻ കാരണം സീക്രട്ടാണ് രാജവിദ്യ, രാജഗുഹ്യ യോഗം, വളരെ പ്രാധാന്യമാണ് 9ാമത്തേത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സാധാരണ തോന്നുന്നത് വലിയ കടുകട്ടിയുള്ള സംഭവമാണ്. അങ്ങനെയല്ല എന്ന് നമ്മളെ ധരിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ ശ്രമിക്കുകയാണ് ഇവിടെ. ഇനി 3ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ഭഗവത്ഗീത 9ാം അധ്യായം 3ാമത്തെ ശ്ലോകമാണ്. ഭഗവാൻ തുടരുകയാണ്. അശ്രദ്ധദാന പുരുഷ ധർമ്മസ്യാസ്യ പരന്തപ അപ്രാപ്യ മാം നിവർത്തന്തെ മൃത്യു സംസാരവർത്മനി. അല്ലയോ അർജുന, അർജുനനെ നല്ലപോലെ വിളിച്ചുകൊണ്ടാണ് ഇതിൽ പറയുന്നത്. എന്താണ് ഇതിന് പ്രാധാന്യം? ഒരു ധർമ്മമാർഗത്തെ, ഈ ധർമ്മമാർഗത്തെ ശ്രദ്ധിക്കാത്ത കുറേ ജനങ്ങള് എന്നെ പ്രാപിക്കാൻ അതിനാവശ്യമായിട്ടുള്ള ഒരു ജനന മരണ രൂപങ്ങളിലൂടെ സംസാരത്തെ കടന്ന് ഒരു ജീവിതം അങ്ങോട്ട് കടന്നു പോകുന്നത് പോലെ പോകുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്ക് ഈ സംസാരത്തിൽ നിന്ന് മോചനം കിട്ടില്ല. എന്നെ അറിയാതെ, ഈ അറിവൊന്നും നേടാതെ ഈ സംസാരത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഒരു ജീവനിലൂടെ കടന്നു പോകുമ്പോൾ എന്തു പറ്റും? അശ്രദ്ധ ധാനാഹ പുരുഷാഹ. എങ്ങനെയുള്ള ആൾക്കാരാണ്? അശ്രദ്ധധാനാഹ, ശ്രദ്ധയില്ലാത്തവരായിട്ടുള്ള പുരുഷാഹ. പുരുഷാഹ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് മാത്രമൊന്നും അർത്ഥമില്ല, എല്ലാ മനുഷ്യന്മാർക്കും, എല്ലാ ഹ്യൂമൻ ബീയിങ്ങിനും. ഏത് ആൾക്കാരാണോ ശ്രദ്ധയില്ലാതെ, നന്നായിട്ട് പഠിക്കേണ്ടത് പഠിക്കാതെ, മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കാതെ, ഈ ധർമ്മസ്യാസ്യ പരന്തപ. എന്താണ് ധർമ്മസ്യാസ്യ? ഏത് തരത്തിലുള്ള ധർമ്മത്തെയാണോ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അതൊന്നും മനസ്സിലാക്കാതെ പരന്തപ, ഏ അർജുന. ഇവിടെ പരന്തപ എന്ന് വിളിച്ചിട്ടാണ്. ഏ അർജുന, ധർമ്മസ്യാസ്യ പരന്തപ, ഏ അർജുന. ഏത് കാര്യത്തെ? ഈ ധർമ്മത്തെ. ഏത് ധർമ്മത്തെ? ഈ രഹസ്യമായിട്ട് രാജവിദ്യ, രാജഗുഹ്യം എന്ന് പറയുന്ന ഒരു സംഭവമാണല്ലോ ഇപ്പൊ പറയുന്നത്. എന്ന് വെച്ചാൽ അർജുനൻ എന്താണോ അറിഞ്ഞ് പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ടത്, പ്രവൃത്തിയിൽ കർമ്മം ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായ അറിവോടുകൂടി അർജുനൻ എന്താണോ അറിയേണ്ടത് അതറിയാതെ ചെയ്താൽ, ഓരോ മനുഷ്യന്മാരും അവരവരറിഞ്ഞു ചെയ്യേണ്ടത് അറിയാതെ ചെയ്താൽ, അറിവില്ലാതെ, ജ്ഞാനമില്ലാതെ എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടി കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തു പറ്റും? അവരൊക്കെ അറിവില്ലാതെ ചെയ്യുന്നവരാണ്, അശ്രദ്ധയായിട്ടാണ്. അശ്രദ്ധാ ധാന പുരുഷാഹ. അങ്ങനെ വർക്ക് ചെയ്യുന്ന, പൂർണ്ണമായിട്ടും അറിവില്ലാതെ കാട്ടിക്കൂട്ടി ചെയ്യുന്ന കർമ്മങ്ങളെ കൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല. അവര് ധർമ്മസ്യാസ്യ പരന്തപ, ധർമ്മത്തെ അറിഞ്ഞുകൊണ്ടല്ല, വേണ്ട വിധത്തിലല്ല ചെയ്യുക. അങ്ങനെ ചെയ്ത ആൾക്കാർക്കൊന്നും എന്ത് സംഭവിക്കും? അപ്രാപ്യമാം നിവർത്തന്തേ. അവരെങ്ങനെയാണ് നിവൃത്തി മാർഗത്തിലൂടെ കടന്നു പോവുക, ജീവിതത്തിലൂടെ കടന്നു പോവുക? അപ്രാപ്യമാം. എവിടെ അപ്രാപ്യം? എന്നിലേക്ക് അപ്രാപ്യമായിട്ട്, കർമ്മം പൂർണ്ണമായിട്ട് നന്മയോടുകൂടി ചെയ്യാൻ സാധിക്കാതെ, ഭഗവാനിലേക്ക് എത്താൻ സാധിക്കാതെ, ഇത് പര്യായങ്ങളാണ്, ഭഗവാനും കർമ്മവും പര്യായം. എത്താൻ സാധിക്കാതെ, മാം അപ്രാപ്യ, എന്നിൽ എത്താൻ സാധിക്കില്ല. മൃത്യു സംസാര വർത്മനി എന്നാണ്. ഈ ജനന മരണത്തിലൂടെ കടന്നു പോകും, ഈ ജീവിതം കടന്നു പോകും, അടുത്ത ജന്മം ഉണ്ടാവും, അടുത്ത ജന്മവും കടന്നു പോകും. അങ്ങനെ ഓരോ കാലങ്ങളില് പുതിയ പുതിയ ജന്മമെടുത്ത് ഇങ്ങനെ ജീവിതം കടന്നു പോകുമെന്നല്ലാതെ എന്നിലേക്ക് പ്രാപിക്കാൻ സാധിക്കില്ല, മോക്ഷത്തിലേക്ക് എത്താൻ സാധിക്കില്ല, ഭഗവാനിലെത്താൻ സാധിക്കില്ല, വിസ്ഡം ഉണ്ടാവില്ല, സന്തോഷമുണ്ടാവില്ല, ബ്ലിസ്ഫുൾ ആവില്ല എന്നാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് കർമ്മം ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. അശ്രദ്ധധാനാ പുരുഷാഹ ധർമ്മസ്യാസ്യ പരന്തപ അപ്രാപ്യമാം നിവർത്തന്തേ മൃത്യു സംസാര വർത്മിനി. വർത്മനി എന്നാണ് പറയുന്നത്.
ഇതിന്റെ ബാക്കി ഇനി അടുത്ത 4ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് ഓരോ ശ്ലോകങ്ങളായിട്ട് മുന്നോട്ട് പോവാം. ഇതാണ് ഗുഹ്യതരമായിട്ടുള്ള കാര്യം. പക്ഷെ അത്രയൊന്നും ഗുഹ്യതരമല്ല. കർമ്മത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ് ആണ് തരുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു നിർത്താണ്. അപ്പോൾ നന്ദി, നമസ്കാരം. അടുത്ത ശ്ലോകങ്ങളുമായിട്ട് അടുത്ത ഭാഗത്ത് കാണാൻ സാധിക്കും. താങ്ക് യു.